ഹായ് ഫ്രണ്ട്സ്, ഈ വേനൽ ചൂടിന് ശരീരവും മനസ്സും ഒന്ന് തണുപ്പിക്കാനായി ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇഫ്താർ സമയത്തും നമുക്ക് ഈ ഡ്രിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാരയോ മറ്റുള്ള കളറോ എസൻസോ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൽത്തിയായ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഐ എം ഷാജാൻ കരീം. ടേസ്റ്റ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായി ആദ്യമായി ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അഥവാ സബ്ജ സീഡ് 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്താനായി വെക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 കപ്പ് വാട്ടർമെലോൺ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിന്റ് ലീഫ് അഥവാ പുതിനയില കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒരു 3 മിനിറ്റ് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 മിനിറ്റ് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 മീഡിയം വലുപ്പത്തിലുള്ള ഓറഞ്ച് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 45 സെക്കൻഡോ ഓറഞ്ചിന്റെ കുരു പൊട്ടാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓറഞ്ചിന്റെ കുരു പൊട്ടാതെ 30 സെക്കൻഡ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ് വെച്ച് ഈ ജ്യൂസ് മാത്രം നമുക്ക് നന്നായി അരിച്ചെടുക്കണം. അതിനായി ഇതുപോലൊരു ബൗളിലേക്ക് അരിപ്പ വെച്ച ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് മിക്സിനെ ഇതുപോലൊരു സ്റ്റൈനറിലേക്ക് ഇട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നന്നായി പ്രസ് ചെയ്ത് ജ്യൂസ് മാത്രം അരിച്ചെടുക്കുക. ഞാനിവിടെ അരച്ചു വെച്ച ഫ്രൂട്ട്സ് മിക്സ് എല്ലാം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിരുന്ന കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗറോ മറ്റുള്ള എസൻസോ കളറോ ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ശരിക്കും ഹെൽത്തിയായ ഒരു ഡ്രിങ്ക് തന്നെയാണിത്. ഈ വേനൽ ചൂടിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ ജ്യൂസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിവിടെ ഉണ്ടാക്കിയ ഈ ജ്യൂസ് 3 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റുകളായി അറിയിക്കുക. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.